ഭാരതീയ ജനതാ പാർട്ടിയുടെ കോതമംഗലം മണ്ഡലത്തിന്റെ ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ LICയുടെ ഡെവലപ്മെന്റ് ഓഫീസറായ രാജസാറിന്റെയും അതുപോലെ തന്നെ രാജ ടീച്ചറിന്റെയും വീട്ടിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇലക്ഷൻ അടുത്തു വരികയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ്. കേന്ദ്രം കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വികസന കുതിപ്പിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നേറുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കേന്ദ്രത്തിലുണ്ടാകുന്ന ആ മുന്നേറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 70 വർഷമായി കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവുമാണ്. അവർ മാറി മാറി ഭരിച്ച് കേരളത്തെ ഒരു വികസന മുരടിപ്പുള്ള സംസ്ഥാനമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. കേരളത്തോടത്തോളം റിസോഴ്സുകളും അതുപോലെ തന്നെ സൗന്ദര്യവും അതുപോലെ തന്നെ വികസന സാധ്യതകളുമുള്ള വിദ്യാഭ്യാസമുള്ള യുവജനങ്ങളുമുള്ള മറ്റൊരു സംസ്ഥാനവും നമ്മുടെ രാജ്യത്തിലില്ലെങ്കിലും ഇന്നും കേരളം വികസിക്കാതെ നിൽക്കുന്നതിന്റെ കാരണം ഡബിൾ എഞ്ചിൻ ഭരണം നമ്മുടെ ഇവിടെ വരാത്തതാണ്. ശ്രീ നരേന്ദ്രമോദിജിയും അദ്ദേഹത്തിന്റെ വിഷനും ശ്രീ അമിത്ഷാജിയും അദ്ദേഹത്തിന്റെ കൌശലവും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർജിയുടെ കാര്യക്ഷമമായ പ്രവർത്തനവും ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തെ മാറ്റത്തിലേക്ക് നയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കോതമംഗലം മണ്ഡലം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഓരോ വീടുകളിലും നമ്മുടെ ജനങ്ങളെ സന്ദർശിച്ച് കേന്ദ്ര ഭരണത്തിന്റെ തുടർച്ച നമ്മുടെ കേരളത്തിൽ വരികയാണെങ്കിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് വികസന സാധ്യതകളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ കുടുംബങ്ങളിലും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വരികയും ഇവരോടൊപ്പം അല്പസമയം സംസാരിക്കുന്നതിനും ചെലവഴിക്കുന്നതിനും സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും കേരളത്തിൽ അടുത്ത പ്രാവശ്യം ഭരണം കൈയടക്കും, കേരളത്തിന്റെ വികസനം ഉറപ്പുവരുത്തും, മാറാത്തത് മാറും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.